കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മൂലം അമ്മ കുഞ്ഞിനെ കൊന്നു എന്ന വാർത്ത കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നായി നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അത് കാണുമ്പോഴേക്കും നമ്മൾ നേരെ കമന്റ് ചെയ്യും, എന്തൊരു നീചയാണവൾ, എന്തൊരു ക്രൂരയാണവൾ, എങ്ങനെ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ അതേ കാര്യം സ്വയം മനസ്സിലൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അവർ അത്രയും നീചയായി മാറുന്നത്? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനോട് ഇത് ചെയ്യാൻ കഴിയുന്നത്? അതിന് കാരണമാകുന്ന പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത് സ്ത്രീകൾക്കിടയിൽ മാത്രം ചർച്ചാ വിഷയമായി മാറുന്ന ഒരു കാര്യമായി മാറാറുണ്ട്. പക്ഷേ അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സൊസൈറ്റിയിലേക്ക് തന്നെയല്ലേ വരുന്നത്. അമ്മ ഉയർ, അമ്മ പവർ എന്നൊക്കെ പറയുന്നവർ പിന്നെ എന്തുകൊണ്ട് അമ്മമാരുടെ ഈ ഒരു വിഷമത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ഈ കൊലപാതകങ്ങൾ ചെയ്തവരെ ന്യായീകരിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ നമ്മൾ സൊസൈറ്റി കൂടെ ഇവിടെ പങ്കുകാരാണ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയെ റെക്കഗ്നൈസ് ചെയ്യാറേ ഇല്ല. പലരും പറയാറുള്ളത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ്, അല്ലാണ്ട് ഇതിനൊക്കെ പിന്നിൽ എന്ത് ശാസ്ത്രം. ഇപ്പോഴത്തെ പിള്ളേർ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോരോ പുതിയ വാക്കുകൾ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്തേക്കാണ്. പണ്ട് ഞാൻ പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് 10ഉം 12ഉം പിള്ളേരെ പെറ്റിട്ടതാ. അന്ന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല ഈ പോസ്റ്റ്പാർട്ടം കുന്തൊന്നും. പക്ഷേ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ സ്ട്രെസ് കുറവായിരുന്നു, സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരുന്നു. ഇതിനൊരു വീക്ക്നെസ് മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നങ്ങനെയല്ല, സ്ട്രെസ് കൂടുതലാണ് അല്ലേ? ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിവുമുണ്ട്, അവർക്ക് കരിയറിൽ എക്സൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരേ സമയം ഒരു അമ്മയാകുന്നതിന്റെ പ്രഷർ, ഇത്രയും പഠിച്ചിട്ടും കരിയറിൽ ഒരിടത്തും എത്താൻ പോകാത്തതിന്റെ വിഷമം, ഇതൊന്നും റെക്കഗ്നൈസ് ചെയ്യാത്ത സൊസൈറ്റി എല്ലാറ്റിനെയും ഒരു കുടുംബിനി എന്ന നിലയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആയി കൊടുത്ത് എല്ലുമുറിയെ പണിയെടുപ്പിക്കുന്ന സൊസൈറ്റിക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ, ഇതെല്ലാം പോസ്റ്റ് പ്രഗ്നൻസി ഹോർമോണൽ ചേഞ്ചസിന്റെ സമയത്ത് നേരിടേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ ഓരോ അമ്മമാരിൽ നിന്നും പെറ്റ മക്കൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും അറിയേണ്ടതാണ്. ഇന്ന് നമുക്ക് നോക്കാം എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിനിമകളിലൊക്കെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അമ്മമാര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ സത്യത്തിൽ പലപ്പോഴും അമ്മമാര് ഈ ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നിരാശയിലോ അല്ലെങ്കിൽ കൺഫ്യൂഷനിലോ കുറ്റബോധത്തിലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തേ അവർക്കൊന്ന് സന്തോഷിച്ചാല് എന്ന്, നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അന്ധനായ വ്യക്തിയോട് എന്തൊരു ക്യൂട്ടായിട്ട് കുട്ടിയാണ്, നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. അവരുടെയും കൺട്രോളിലുള്ള കാര്യമല്ല അന്നേരം ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇവിടെ ബാധിക്കുന്നത് 2 ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആണ്, പ്രൊജസ്റ്ററോണും ഈസ്ട്രജനും. ഇവ രണ്ടും പ്രഗ്നൻസിയുടെ സമയത്ത് വളരെയധികം ഹൈ ആവുന്നുണ്ട്. ഒരു 100 മടങ്ങൊക്കെ ഹൈ ആവുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇത് കുട്ടിയെയും അമ്മയെയും വളരെയധികം സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നു. പക്ഷെ കുട്ടിയുണ്ടായി ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പ്രൊജസ്റ്ററോണും ഈസ്ട്രജനൊക്കെ ഒരൊറ്റ ഡിപ്പാണ്. ഇത് നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ലെവൽസിനെ ഒറ്റയടിക്ക് താളം തെറ്റിക്കും. നമ്മുടെ ബ്രെയിനിലെ കെമിക്കലുകളായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ എന്നിവയൊക്കെ ഇത് ബാധിക്കും. ഇവയാണ് നമ്മുടെ മോട്ടിവേഷൻ, ബോണ്ടിങ്, ഹാപ്പിനെസ് എന്നിവയൊക്കെ നിർണ്ണയിക്കുന്നത്. ഒരു ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളിൽ പോകുന്ന അവസ്ഥയായിരിക്കും പ്രസവാനന്തരം പല അമ്മമാർക്കും ഉണ്ടാവുക. അന്നേരം അവരെ എങ്ങനെ ഹാപ്പി ആകണം എന്ന് നമുക്ക് നിർബന്ധിക്കാനായിട്ട് കഴിയും? ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറയുന്നത് പോലെയാണത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അവർക്ക് ഇമോഷണലി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇത് മാത്രമല്ല അവരെ നിരാശരാക്കുന്നത്, അവരുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ അതും അവരെ നിരാശയുടെ വലിയൊരു ആഴത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഈ നിരാശയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുകയും ചെയ്യും. ബ്രെയിനിലെ അമിഗ്ഡല, അവിടെയാണ് ഫിയർ, ഇമോഷൻസ് എന്നിവയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ അമിഗ്ഡല ഓവർ ആക്റ്റീവ് ആയിട്ട് മാറും. അതുപോലെ തന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു ഇമോഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതാണെങ്കിൽ സ്ലോ ഡൗൺ ആവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഇമോഷൻസും പേടിയും ഒക്കെ ഭയങ്കരമാകും. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊന്നും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല. സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഓരോ അമ്മമാരും എത്തും. ഇതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന സത്യം, ശാസ്ത്രം നമുക്ക് മുന്നിൽ വെക്കുന്ന സത്യം. ഇത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കൂടുതൽ ഇന്റൻസ് ആക്കി മാറ്റുന്നു. അതും നമുക്ക് നോക്കാം.
ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോൺ വഴിയാണ് ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ലാളിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്നത്, സന്തോഷം ഉണ്ടാവുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നിവ പെട്ടെന്ന് ഡിപ്പാകുമ്പോൾ ഈ ഓക്സിറ്റോസിൻ ബാധിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, പല വിധത്തിലുള്ള സ്ട്രെസ്സുകൾ വരുമ്പോൾ കോർട്ടിസോൾ ലെവൽസ് ഹൈ ആകും. പണ്ട് അമ്മമാർ 10ഉം 12ഉം കുട്ടികളെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് പെറ്റതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു. അവർക്ക് പാടത്തെയും പറമ്പത്തെയും പണി തന്നെയാണ് പണി. അത് മാത്രമല്ല, കൂട്ടുകുടുംബങ്ങളാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഷെയർ ചെയ്യാൻ കഴിയും. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാം, അവർക്ക് നേടേണ്ട കരിയറിനെ കുറിച്ച് അവർക്കറിയാം. പക്ഷെ അതൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ അവർ പോകുന്നത്. പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പ്രഗ്നൻസി പോലും ആകാറില്ല അത്. സ്ത്രീകളെ പലപ്പോഴും നീച, ക്രൂര എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹവും ക്രൂരമാണ്. സ്ത്രീകൾക്ക് സെക്ഷൽ ഓട്ടോണമി പോലും ഈ ഒരു സമൂഹത്തിൽ ഇല്ല. ഭർത്താക്കന്മാരാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കുട്ടി എപ്പോൾ വേണമെന്ന് പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫാമിലി പ്ലാനിങ് പോലും ഇല്ല. അവർക്ക് അവിടെയൊന്നും ഒരു ശബ്ദം പോലും ഇല്ല. പലപ്പോഴും ബന്ധുക്കാര് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, കുട്ടിയായില്ലേ എന്നുള്ളത്. ഇതിനിടയിൽ സ്ത്രീയുടെ കരിയർ എവിടെ പോകണം എന്നുള്ളതൊന്നും സ്ത്രീക്ക് ഡിറ്റർമൈൻ ചെയ്യാനേ കഴിയില്ല. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ നൽകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേതെന്ന്. സ്ത്രീകൾക്ക് ഫ്രീഡം നൽകാനായിട്ട് ഒരാണ് ആരാണ്? സ്ത്രീകളുടെ ഫ്രീഡം ഒരാണാണോ നൽകേണ്ടത്, അതോ അവരുടെ സ്വന്തം അവകാശമാണോ? ഈ രാജ്യത്തെ ഭരണകൂടം നൽകുന്ന ഫ്രീഡം ആണുങ്ങൾക്ക് മാത്രമാണോ അവൈലബിൾ? ആണുങ്ങളാണോ സ്ത്രീകളുടെ ഫ്രീഡത്തെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ലീവുകളോ അതിൻ്റെതായിട്ടുള്ള പരിഗണനകളോ പല ജോലികളിലും സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. അവരുടെ പ്രമോഷൻ, കരിയർ ഗ്രോത്ത് എല്ലാം ഇല്ലാതാകുന്നു. ഇതൊക്കെ അവർക്ക് നൽകുന്ന സ്ട്രെസ് അത് വളരെ ഹൈ ആണ്. കോർട്ടിസോൾ ലെവൽസ് വളരെ ഹൈ ആയി മാറുന്നു. അതും പണ്ടത്തെ സ്ത്രീകളെക്കാളും അത് ഓക്സിറ്റോസിനെ വളരെയധികം ബാധിക്കുന്നു. കുട്ടികളെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പലപ്പോഴും അവർ പോലും താല്പര്യപ്പെടാതെ വന്നൊരു കുഞ്ഞ് എന്നുള്ള തോന്നൽ പോലും അവർക്കുണ്ടാകുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, ആ കുഞ്ഞും തെറ്റ് ചെയ്യുന്നില്ല, അമ്മയും തെറ്റ് ചെയ്യുന്നില്ല, ഇവരെയൊക്കെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന സമൂഹമല്ലേ ഇതിനൊക്കെ കുറ്റക്കാരെന്ന്. പലപ്പോഴും മതമേലധ്യക്ഷന്മാരൊക്കെ പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളെ പെറ്റുപെരുകണം, എന്നാലാണ് നമ്മളുടെ മതം വലുതാകുകയുള്ളൂ എന്നൊക്കെ. സ്ത്രീകൾ കുട്ടികളെ പെറ്റുപെരുകാനുള്ള മെഷീൻ അല്ല എന്നുകൂടെ നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർമാർ 23 വയസ്സാണ്, 24 വയസ്സാണ് ഒരു സ്ത്രീയുടെ ഗർഭത്തിനുള്ള ഏറ്റവും മികച്ച പ്രായം എന്ന് പറയാറുണ്ട്. അതിനിടയിൽ അവരുടെ ആസ്പിറേഷൻസിനെ കൂടെ മനസ്സിലാക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം. ഇതിനെല്ലാം ഇടയിൽ ഗട്ട് മൈക്രോബയോമുകളും നമ്മുടെ അമ്മമാരുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ആമാശയത്തിലെ ഈ മൈക്രോബയോമുകൾ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള രീതികൾ മാറുമ്പോൾ മാറുന്നു. ഒരമ്മ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ നല്ല പോലെ ഭക്ഷണം, അതിനുശേഷം പലപ്പോഴും കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നു. അമ്മയുടേതായിട്ടുള്ള ഡയറ്റിനെ കുറിച്ചും പലരും നോക്കാറില്ല. ഡയറ്റിലെ ഈ മാറ്റങ്ങൾ പോലും ആമാശയത്തിലെ മൈക്രോബയോമുകളെ വളരെയധികം ബാധിക്കുന്നു. അതോടൊപ്പം ആന്റിബയോട്ടിക്സ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ കൂടെ ഒരമ്മയെ പോട്ടെ ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കും എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വെറും ഒരു തോന്നൽ മാത്രമാണോ? ഇന്നത്തെ ഒരു സങ്കല്പം മാത്രമാണോ? പുതിയൊരു ഫാൻസി ടേം മാത്രമാണോ? അല്ല അല്ലേ? നമ്മൾ പ്രോപ്പറായിട്ട് അതിന് പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കി. ഇനി എങ്ങനെ അമ്മമാരുടെ കൂടെ നമുക്ക് നിൽക്കാം, അവർക്ക് ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു, അവർക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇന്ന് അമ്മമാര് പലപ്പോഴും ഒറ്റയ്ക്ക് ഇതിലൂടെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ്. വീട്ടിലെ ജോലികൾ പോലും അവരുടെ കടമയാണ്, അവരിതെല്ലാം ചെയ്യേണ്ടതാണ് ഉത്തമ കുടുംബിനിയാകാനായിട്ട്. ഇതൊക്കെ നമ്മൾ പൊളിച്ചെഴുതണം. പ്രോപ്പറായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. അവരുടെ പ്രശ്നങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങൾ കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ ആ അമ്മമാരുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം. പുറത്തു പോയി പണിയെടുക്കുന്നുണ്ടെന്നുള്ള ഒരൊറ്റ കാരണത്താൽ കുഞ്ഞിനെ നോക്കേണ്ടതും അതിനായി ഉറക്കം കളയേണ്ടതും ഒക്കെ അമ്മയുടെ മാത്രം ചുമതലയാണ്. കുഞ്ഞിനെ നോക്കേണ്ടി വരുമ്പോൾ തന്നെ ഇതൊരു തലവേദനയാണ്, ഇതൊക്കെ അവളുടെ പണിയല്ലേ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും മാറേണ്ടതുണ്ട്. ചിലർ ഇതിനെ ഇങ്ങനെയും എടുത്തേക്കാം. അല്ലെങ്കിലും കരിയറിനായിട്ട് സ്ത്രീകൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നമെന്ന്. അവർക്ക് നമ്മളുടെ വേദപുസ്തകങ്ങളിലും ശാസ്ത്രത്തിലും ഒക്കെ പറഞ്ഞതുപോലെ കുഞ്ഞിനെ നോക്കി വീട്ടമ്മമാരായി ഇരുന്നാൽ പോരെ, അതല്ലേ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള വശം എന്നുള്ള കാര്യം. പണ്ടത്തെ കാലത്ത് തന്നെ നിൽക്കാനായിരുന്നെങ്കിൽ നമ്മൾ എന്തിനു ചക്രം ഉണ്ടാക്കി, തീ ഉണ്ടാക്കി, നമ്മളിതിനെ കടല് കടന്നു പോകുന്നു. ആണുങ്ങൾക്ക് ഇതൊക്കെ കഴിയുമെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? എന്തുകൊണ്ട് സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടമാകുന്നു? എന്തുകൊണ്ട് സമൂഹത്തിന് അവരുടെ കൂടെ നിന്നുകൂടാ?
KGF പോലുള്ള സിനിമകളിൽ നമ്മൾ സ്ത്രീകളെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അമ്മ എന്ന നിലയിൽ. അവരുടെ വിഷമങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇത്തരം കൊലപാതകങ്ങൾ കാണുമ്പോൾ കമന്റുകൾ ഇടുന്നത് മാത്രമല്ല, ഇതിനു പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതും ആ കാരണങ്ങൾ മനസ്സിലാക്കി അതിന് മാറ്റം കൊണ്ടുവരാനായി ശ്രമിക്കേണ്ടതും നമ്മൾ സമൂഹത്തിലെ ഓരോരുത്തരുടെയും കടമ കൂടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കേട്ടിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതിൽ ഉപരിയായി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനായി കഴിയുക? താഴെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ മറ്റെന്തെങ്കിലും വിഷയത്തിൽ നമ്മൾ ശാസ്ത്രീയപരമായിട്ട് ചികഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ പറയുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.